പടിപ്പുരയോട് ചേർന്നാണ് കളപ്പുര. കൊയ്ത്തും മെതിയും നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് ആഹാരം കഴിക്കാനും വിശ്രമിക്കാനും ഒരിടം. അടക്കയും തേങ്ങയും സൂക്ഷിച്ചു വെക്കുന്ന നീളം കൂടിയ വരാന്തയും വരാന്തയുടെ രണ്ടറ്റത്തും ഓരോ കുഞ്ഞു മുറികളും. ഉത്സവത്തിന്റെ തലേദിവസം ആയതുകൊണ്ട് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യാനുള്ളതുകൊണ്ട് ചന്ദ്രികയുടെ അമ്മമ്മ അടുക്കളയോട് ചേർന്നുള്ള മുറിയിലാണ് കിടന്നത്. ചന്ദ്രിക ഒറ്റയ്ക്ക് കളപ്പുരയിലെ മുറിയിലും. പടിപ്പുര കടക്കുമ്പോഴാണ് എന്തോ ശബ്ദം കേട്ടത്. അതോടൊപ്പം ആരുടെയോ നേർത്ത കരച്ചിലും. ചന്ദ്രികയുടെ മുറിയിൽ നിന്നാണ് ആ ശബ്ദം എന്നറിഞ്ഞപ്പോൾ വാതിൽ തട്ടി. കുറെ തട്ടിയപ്പോൾ വാതിൽ തുറന്ന് ആരു തന്നെ തള്ളി മാറ്റി ഓടി. പിന്നാലെ ഓടിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. പിടിവലിക്കൊടുവിൽ അവൻ ഓടി രക്ഷപ്പെട്ടു. കയ്യിൽ കിട്ടിയത് അവന്റെ കഴുത്തിലെ മാലയുടെ പാതിയാണ്. അപ്പോഴേക്കും എല്ലാ മുറികളിലും ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞതും ഓടി വന്ന് ചന്ദ്രികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കി. വെറും നിലത്തിരുന്ന് കീറിയ ബ്ലൗസും പാവാടയും മാറോട് ചേർത്ത് പിടിച്ച് തേങ്ങിക്കരയുന്നവളെ ബെഡ്ഷീറ്റ് എടുത്ത് പുതപ്പിച്ചു. അവളുടെ നഗ്നത ആരും കാണരുതെന്ന് കരുതിക്കൊണ്ട്. നീ വരുമ്പോഴേക്കും അച്ചാച്ചന്റെ കൈ തന്റെ കുടലിൽ കുത്തിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. എടാ കുരുത്തം കെട്ടവനെ, നീ ഇത്രയ്ക്ക് വിഷമായിരുന്നു എന്ന് അറിഞ്ഞില്ലല്ലോ. ആ കൈ തന്റെ കവളിൽ പതിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു താൻ. ഇപ്പോഴും ഇടത് കൈയിൽ ആ മാലയുടെ പാതി ഉണ്ടായിരുന്നു. ഞാനല്ല ഇവളെ, വേറെ ആരോ ആണ്. ആദ്യത്തെ ഞെട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ വിളിച്ചു പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. കുടിച്ചിട്ടുട നീ അല്ലേ? വല്യമാമ മുന്നോട്ട് വന്ന് തലങ്ങും വിലങ്ങും തലി. ചന്ദ്രിക ഇടയ്ക്ക് കയറി എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചു പറയാൻ ശ്രമിച്ചപ്പോൾ അവൾക്കും കിട്ടി തല്. ആ പാവത്തിന് തൊട്ടുപോകരുത് എന്നും പറഞ്ഞ് അവളെ തനിക്ക് പിന്നിലേക്ക് നിർത്തി. കണ്ടോ അവന്റെ ഒരു അഹങ്കാരം. ഹരിമാമനും കൈവച്ചു. എല്ലാരും കൂടി തല്ലിക്കൊല്. മദ്യപിച്ചിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ എത്ര കുടിച്ചാലും അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ കഴിയും എനിക്ക്. ഇവളെന്റെ പെങ്ങളാണ്. പെങ്ങള് കൂടുതൽ പറയിപ്പിക്കണ്ട. നിന്നെ ഈ തറവാട്ടിൽ കണ്ടുപോകരുത്, ഇറങ്ങിപ്പോടാ. കഴുത്തിൽ കുത്തിപ്പിടിച്ച് അച്ചാച്ചൻ തള്ളിയപ്പോൾ നേരെ വരാന്തിരുന്ന മുറ്റത്തേക്കാണ് തെറിച്ചു വീണത്, സീതയുടെ കാൽച്ചുവട്ടിലേക്ക്. അവളുടെ കണ്ണുകളിൽ എരിയുന്ന അഗ്നിക്ക് തന്നെ അപ്പാടെ വിഴുങ്ങാനുള്ള ശക്തിയുണ്ടെന്ന് തോന്നിപ്പോയി. സീതേ, ഞാനല്ല അവളെ. നിനക്കറിയില്ലേ ചന്ദ്രിക എനിക്ക് ആരായിരുന്നു എന്ന്? പറ സീതേ, നിന്റെ കാശി അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. അവളുടെ കാലിൽ പിടിച്ചു കിടന്ന് പറഞ്ഞു താൻ. ഒരു ചലനം പോലും ഇല്ലാതെ അവൾ അങ്ങനെ നിന്നു നിശ്ചലം. എന്റെ മോളെ നീ ചതിച്ചു. കുട്ടിക്കാലം മുതൽ എൻ്റെ കുട്ടിയുടെ മനസ്സിൽ ഞങ്ങൾ ഓരോരുത്തരും പതിപ്പിച്ചു വെച്ചതായിരുന്നു നിന്റെ പേര്. നിന്നെപ്പോലെ ഒരു ആഫാസിന് അവളെ കൊടുക്കുന്നതിന് നല്ലത് അവളെ തെക്കേ പറമ്പിലെ കുളത്തിൽ കെട്ടിത്താഴ്ത്തുന്നതാണ്. വല്യമാമ പറഞ്ഞ വാക്കുകൾ ഇടിമിന്നൽ പോലെയാണ് നെഞ്ചിൽ തറഞ്ഞു കയറിയത്. അവൾ കാൽക്കൽ നിന്ന് തന്നെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ആ നിമിഷം ഭ്രാന്തെടുത്തു പോയി തനിക്ക്. പ്രാണനായി കരുതിയിരുന്നവളെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നു എന്നറിഞ്ഞ നിമിഷം മാമയുടെ കൈ തട്ടിമാറ്റി സീതയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് യാചിക്കുന്നത് പോലെ പറഞ്ഞു. സീതയെ, ആരെന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഇവരൊക്കെ വിശ്വസിച്ചോട്ടെ. നീ മാത്രം ആ വിശ്വസിക്കരുതനെ. നീ കൂടി. എൻ്റെ കണ്ണുകൾ എന്നെ ചതിക്കില്ല. അവളെ ആ ഒരു വാക്ക് തകർന്നു പോയി ഞാൻ. ഇങ്ങനൊരു തലതിരിഞ്ഞവൻ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ല ഭഗവാനെ. അച്ഛനെ പോലെ ഇവനും താൻ തോന്നിയായാലോ. അമ്മയുടെ കരച്ചിലും വാക്കുകളുമെല്ലാം കൂടെ കൊണ്ട് ഇടിക്കുന്നത് പോലെയാണ് തോന്നിയത്. എല്ലാവരും കൂടി തന്നെ പുറത്താക്കി പടിപ്പുര വാതിൽ കൊട്ടിയടച്ചു. അവിടെ തന്നെ നിന്നു. ഒച്ചപ്പാടും ബഹളവും എല്ലാം കേൾക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം ഇതേ അച്ചാച്ചൻ്റെ സ്വരം ഉയർന്നു കേട്ടു. നാളെ പുലരും മുമ്പ് എടുക്കാനുള്ളതൊക്കെ എടുത്തു. അമ്മമ്മയും കൊച്ചുമോളും നിങ്ങളെ സേവനം വേണ്ട ഇവിടെ. ഊമ്മയായ ചന്ദ്രികയും ആ പ്രായമായ സ്ത്രീയും അച്ചാച്ചന് എന്തെങ്കിലും ചെയ്യുമെന്ന് പോലും ഭയന്നു പോയി താൻ. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഇറങ്ങി നടന്നു. വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് പോയത്. സൈഡ് മുറിയാണ് അവന്റെ. വാതിൽ മുട്ടി വിളിച്ചപ്പോൾ ഉറക്കച്ചടവോടെ വാതിൽ തുറന്നവൻ. വിവരങ്ങളൊക്കെ അവനോട് പറഞ്ഞപ്പോൾ അവനും പകച്ചുപോയി. അപ്പോഴാണ് തന്റെ കൈ ചെയിനിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മാലയുടെ പാതി കാണുന്നത്. അതെടുത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. മാലയുടെ അവകാശിയെ മനസ്സിലായി. തന്റെ അമ്മയുടെ ഇളയ സഹോദരൻ വിനയൻ. തന്നെക്കാൾ 2 വയസ്സ് മാത്രം പ്രായവ്യത്യാസമുള്ളവൻ. മാമനായിരുന്നില്ല തനിക്ക് എന്തും തുറന്നു പറയാവുന്ന കൂട്ടുകാരൻ. എല്ലാരും തന്നെ അടിക്കുമ്പോഴും പൂമുഖത്ത് തറഞ്ഞു നിന്നിരുന്നവൻ. എന്നാലും ആരായിരിക്കും അത്? ഊമയായ പെണ്ണിനോട് ദ്രോഹം ചെയ്യാൻ മാത്രം കണ്ണിൽ ചോരയില്ലാത്തവൻ. വിഷ്ണു ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല കാശി. എന്തായാലും നേരം വിളക്കട്ടെ, എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഇനി ഒരു തിരിച്ചുപോക്ക് മുല്ലശ്ശേരിയിലേക്ക് വേണ്ട. നിന്നെ മനസ്സിലാക്കാത്തവരെ നീയും വേണ്ടെന്ന് വെച്ചോ. നീ ഇവിടെ കിടന്നു പറഞ്ഞിട്ട് ചുമന്റെ മൂലയിൽ ചാരി വെച്ചിരുന്ന തഴമ്പായി എടുത്ത നിലത്ത് തിരിച്ച് അതിൽ കിടന്ന വിഷ്ണു അവന്റെ ആ സിംഗിൾ കട്ടിൽ തനിക്ക് വിട്ടു തന്നുകൊണ്ട് ആ കട്ടിലേക്ക് കിടക്കുമ്പോൾ മനസ്സ് നീറി പോകുകയായിരുന്നു.
വിനയാണത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ മാലയുടെ പാതി കയ്യിൽ മുറുക്കെ പിടിച്ചു താൻ. ആകെക്കൂടി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരേയൊരു പിടിവള്ളിയാണിത്. കാശി, വിഷ്ണു വന്നിരിക്കുന്നു നിന്നെ കാണാൻ. ഭാമിനി വന്നു പറഞ്ഞപ്പോൾ ആട്ടുകട്ടിൽ എഴുന്നേറ്റിരുന്നു കാശിനാഥൻ, കണ്ണും മുഖവും അമർത്തി തുടച്ചുണ്ട്. കാശി, 8 വർഷമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. പാലത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന നിന്നെ ഭാമിനി ചേച്ചി കാറിൽ കയറ്റി കൊണ്ടുപോയത് ഇന്നും മായാതെ മനസ്സിലുണ്ട്. നീ എവിടെയാണെന്ന് ഒത്തിരി ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയോട്. പക്ഷെ സമയമാകുമ്പോൾ നീ വരുമെന്നായിരുന്നു മറുപടി. സീതയുടെ വിവാഹത്തിന്റെ അന്ന് നീ കരുതിയെന്നതാണ് അല്ല തിരിച്ചു വരാൻ. ചിരിച്ചുകൊണ്ട് വിഷ്ണു അവന്റെ അടുത്തിരുന്നു. ആ ആട്ടുകട്ടിൽ നിന്ന് ഉലഞ്ഞുപോയി. അതെ വിഷ്ണു, ആ ചാച്ചന്റെ മരണശേഷം തറവാട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു. പിന്നീടത് വേണ്ടെന്ന് വെച്ചു. മുല്ലശ്ശേരിക്കാരോട് കിടപിടിച്ചു നിൽക്കാൻ ആവതുണ്ടായിട്ട് മതി വരുന്നെന്ന് ഉറപ്പിച്ചിരുന്നു. കണ്ടില്ലേ, കാശിനാഥൻ എല്ലാം നേടി ഒറ്റയ്ക്ക്. ഗൾഫിലുള്ള ഏതോ കള്ള് കച്ചവടക്കാരന്റെ കൊട്ടാരമാണ് പണിതെന്നായിരുന്നു നാട്ടിലുള്ള വാർത്ത. ആ കള്ള് കച്ചവടക്കാരൻ നീയാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഈ സംസാരമുണ്ടായിരുന്നു അല്ലെ? അതെ, ഗൾഫിൽ കള്ള് കച്ചവടം തന്നെയാണ്. അതല്ലാതെ ഇത്ര പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കാനുള്ള യന്ത്രമൊന്നും എനിക്ക് വശമില്ല. പിന്നെ ആൺകുട്ടികൾക്ക് പറഞ്ഞ പണിയാണ് അതൊക്കെ. ഇവിടെ നിന്ന് പോയപ്പോൾ ഇരട്ടച്ചങ്കായി എനിക്ക് ചോദിക്കാനും പറയാനും ഒരു പൂച്ചക്കുഞ്ഞുമില്ലായിരുന്നല്ലോ. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? ഭാര്യയും കുട്ടികളുമൊക്കെ ആയില്ലേ? ആയി. ഒന്ന് പ്രേമിച്ച് നടന്നിരുന്നവളെ തന്നെ കെട്ടി. അവളിപ്പോ നിന്റെ അച്ചാച്ചന്റെ സ്കൂളിൽ പിയൂണാണ്. ഒരാൺകുട്ടി, 1 വയസ്സ്. ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ് കവരയിൽ തന്നെ. വലിയതൊന്നുമല്ല, ചെറിയ രീതിയിൽ. വിഷ്ണു തന്റെ വിശേഷങ്ങൾ പറഞ്ഞു. നാരായണേട്ടാ, കഴിക്കാൻ എടുത്തു വയ്ക്ക്. ഇന്നെന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ്. ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല വിവാഹത്തിന്. എന്നാലും സദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം മറന്ന് മുല്ലശ്ശേരിയിലുള്ളവർ എന്റെ വീട്ടിലേക്ക് വരുമെന്ന് കരുതി. അതുണ്ടായില്ല. എന്തായാലും നീ വന്നല്ലോ. ക്ഷണിക്കപ്പെടാതെ വന്നൊരു അതിഥി. വാ, കഴിക്കാം. കാശിനാഥൻ എഴുന്നേറ്റു. ഒപ്പം വിഷ്ണു ഭാമിനിയമ്മയും അവർക്കൊപ്പം ഇരുന്നു. സദ്യ കഴിച്ച് പായസവും കുടിച്ച് നിറഞ്ഞ മനസ്സോടെ കാശി എഴുന്നേറ്റു. ഗാർഡിൽ ഇരിക്കാനുള്ള പ്ലേസിലിരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ച് വിഷ്ണുവും കാശിയും. ഏറെ വൈകിയാണ് വിഷ്ണു പോയത്. ഭാമിനി തറവാട്ടിലേക്ക് പോകാനിറങ്ങി. എല്ലാവരും പോയപ്പോൾ ആ വലിയ വീട്ടിൽ നാരായണേട്ടനും കാശിനാഥനും മാത്രമായി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ മനസ്സിൽ വിവാഹവേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന സീത മാത്രമായിരുന്നു. തിങ്കളാഴ്ച ആയതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകും സീതയെന്ന് ഉറപ്പായിരുന്നു കാശിനാഥന്. ഫോണിൽ അലാം സെറ്റ് ചെയ്ത് വെച്ച് കിടന്നവൻ സീതയെ ക്ഷേത്രത്തിൽ പോയി കാണാൻ അലാം അടിക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റിരുന്നവൻ കുളിച്ച് വേഷം മാറി. സ്കൈ ബ്ലൂ ജീൻസ് ഷർട്ടും അതേ കരയുള്ള വെള്ളമുണ്ടും കൊടുത്ത് ഇറങ്ങി കാശി. സീതയുടെ ഇഷ്ടവേഷമാണത്. സീതയുടെ ഇഷ്ടങ്ങളെല്ലാം ഒരു കാലത്ത് തന്റെയും ഇഷ്ടങ്ങളായിരുന്നു. പഴയ കാലം ഓർമ്മയിൽ വന്നു. നാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്തെ വലിയ ആൽമരത്തിന് ചുവട്ടിൽ കാർ നിർത്തി ഇറങ്ങിയവൻ മിററിൽ നോക്കി മൂടിയെന്ന് ഒതുക്കിക്കൊണ്ട് ക്ഷേത്ര കവാടത്തിലേക്ക് നടന്നു. അവിടുന്ന് ക്ഷേത്രത്തിന് ഉള്ളിലേക്കും. തൊഴിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ സീതയെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല അവന്. കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്നവരുടെ അടുത്തുപോയി കൈകൂപ്പി നിന്നവൻ. അവനും പ്രാർത്ഥിച്ചു. താൻ താലി കെട്ടിയവളാണ് തന്റെ അടുത്ത് നിൽക്കുന്നത്. സീതയുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടി വരുന്നത് കണ്ടപ്പോൾ ശാന്തി നൽകി ഇലച്ചീന്തിലെ പ്രസാദം ദക്ഷിണ കൊടുത്ത് വാങ്ങി കാശി. അത് വാങ്ങി അവളുടെ മുന്നിൽ വന്ന് നിന്ന് ചന്ദനം അണിവിരൽ കൊണ്ട് അവളെ നെറ്റിയിൽ തൊട്ടുകൊടുത്തവൻ. നെറ്റിയിൽ ചന്ദനത്തിന്റെ തണുപ്പറിഞ്ഞപ്പോൾ കണ്ണുകൾ തുറന്നപ്പോൾ ചിരിച്ചുകൊണ്ട് തനിക്ക് മുന്നിൽ നിൽക്കുന്നവൻ. നിമിഷം നേരം കൊണ്ട് തന്റെ കഴുത്തിലും ചന്ദനം തൊട്ട് കൈ പിൻവലിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നോടി തൊടാനുണ്ട് ഈ കുങ്കുമം നിന്റെ നെറ്റിയിൽ. പക്ഷെ അത് ഞാനിപ്പോ ചെയ്യില്ല. കാരണം നീ എന്റെ ഭാര്യയായി എന്ന് എന്നിലേക്ക് ചേരുന്നോ അന്ന് തൊട്ടു തരും ഞാൻ. തൊട്ടു മുൻപിൽ ആർക്കു വേണ്ടിയാണോ താൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചത് അവനെ കൺമുന്നിൽ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഈറനായി. ചന്ദനം സ്വയം തൊട്ട് അവളെ നോക്കി ഇരു കണ്ണുകളും ഒന്ന് ചിമ്മി കാണിച്ചവൻ. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ചന്ദനം തൊടാൻ പാടില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും തൊട്ടത്. പുറത്തേക്ക് ഇറങ്ങിയാൽ നീ സമ്മതിക്കില്ല എന്നറിയാത്തത് കൊണ്ട് തന്നെയാണ്. ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്ന സീത വഴിയിലേക്ക് കടന്നപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി കാശി. സീതേ, നിന്റെ ഈ അവഗണന താങ്ങാൻ കഴിയില്ല എനിക്കിനിയും. നമുക്ക് വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത്. ആ ചാച്ചൻ മരിക്കുന്ന മുൻപ് എല്ലാവരോടും പറഞ്ഞില്ലേ തെറ്റിപ്പറ്റിപ്പോയെന്ന്. അതൊക്കെ ഞാനും അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ കയറി വന്നപ്പോൾ നിന്റെ അച്ഛൻ പോലും എന്നെ തടുക്കാതിരുന്നത്. നിന്റെ മനസ്സിലെ ചോദ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനുള്ള ഉത്തരം ഞാൻ നൽകിയാൽ ഇന്ന് തകർന്നു പോകുന്നത് പലരുടെയും ജീവിതമായിരിക്കും. അതുകൊണ്ട് അത് എന്നിൽ തന്നെ ഒടുങ്ങട്ടെ. നീ എന്ന് മനസ്സിലാക്ക്. ഒന്നും അല്ലെങ്കിലും നീ ടീച്ചറല്ലേ. കാശിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവളെ നിൽപ്പും ഭാവവും കണ്ടിട്ട്.
സാധ്യല്ല. ചന്ദ്രയെ നിങ്ങൾ കൊന്നോ? അതെങ്കിലും പറയേ. സീതയുടെ ചോദ്യം നിയന്ത്രണം വിടുവിച്ചു. അവന്റെ കൈ നിവർത്തി ഒറ്റയടിയായിരുന്നു അവൻ അവളുടെ വെളുത്ത കവിൾ പുകഞ്ഞുപോയി. നാക്കിനെല്ലില്ലെന്ന് കരുതി തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. അവളെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞവൻ, ഈ പറയുന്നതിൽ ഒരിക്കൽ ദുഃഖിക്കേണ്ടി വരും നിനക്ക് പറഞ്ഞുകൊണ്ട് ഇലച്ചീന്തിലെ പ്രസാദം അവളുടെ വലത് കൈയിൽ ബലമായി വെച്ചു കൊടുത്തുകൊണ്ട് തന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അവനിന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിന്നുപോയി സീത. സീത നടന്നു പോകുന്നത് കാറിന്റെ കണ്ണാടിയിൽ കൂടി കണ്ടു കാശി. ആകെ തകർന്നതുപോലുള്ള അവളെ നടപ്പ് കണ്ടപ്പോൾ നെഞ്ചകം പൊള്ളി പടഞ്ഞവന്റെ കണ്ണിന് കോണിൽ മിഴിനീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. നിന്നോടിതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാ പെണേ? സ്വയം ചോദിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തവൻ കൈലാസത്തിലേക്ക് തിരികെ ചെല്ലുമ്പോൾ അവന്റെ മനസ്സ് ശൂന്യമായിരുന്നു. ആർക്കു വേണ്ടിയാണോ താൻ തിരിച്ചു വന്നത് അവൾ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നത് നോവായി. കഴിക്കാൻ എടുത്തു വെക്കട്ടെ കുഞ്ഞെ. ചിരിയുടെ നാരായണേട്ടൻ്റെ അടുത്തേക്ക് വന്നു. വിശപ്പും ദാഹവും ഒന്നുമില്ല നാരായണേട്ടാ, എന്നാലും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, എടുത്തു വച്ചേക്ക്, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കയറി മുകൾ നിരയിലുള്ള തൻ്റെ റൂമിലേക്ക് പോയവൻ. വിശാലമായ ഹാളായിരുന്നു കയറി ചെല്ലുന്നിടം. പലതരത്തിലുള്ള പെയിന്റിങ്ങുകൾ ചുവരിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. താഴത്തെ നടുത്തളം പോലെ മുകളിലും അങ്ങനെ തന്നെയാണ്. മഴ പെയ്യുന്നത് കിടന്ന് ആസ്വദിക്കാൻ അവിടെയുമുണ്ട് തേക്കൻ തടിയിൽ തീർത്ത ആട്ടുകട്ടിൽ. ഇടതുവശത്തെ വാതിൽ തുറന്ന കാശി 10-30 പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങളുള്ളൊരു ഹോം തിയേറ്ററാണ്. ഒരു വശത്തെ മൂലയിൽ വില കൂടിയ മദ്യങ്ങളുടെ ഒരു ശേഖരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഷെൽഫിൽ മിനി ബാർ എന്ന് പറയാം. കൗണ്ടർ ടോപ്പും സെറ്റപ്പും എല്ലാം ഉള്ളത്. തൻ്റെ ബ്രാൻഡ് എടുത്ത് ഗ്ലാസ്സിൽ പകർത്തി ഐസ് ക്യൂബ് ഇട്ട് ഒറ്റ വിലയ്ക്കകത്താക്കിയവൻ 22 വയസ്സിൽ വിഷ്ണു പഠിപ്പിച്ചതാണ് പട്ടച്ചാരയം മേടിക്കാൻ. അന്നത്തെ ദിവസം തനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ കൂട്ടായി കൂടിയതാണ് മദ്യമെന്ന ലഹരി. എല്ലാം മറന്നുറങ്ങാൻ പലപ്പോഴും മദ്യത്തിൻ്റെ കൂട്ടുപിടിച്ചവൻ. പിന്നീടതൊരു ശീലമായി. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും മദ്യത്തിൻ്റെ അകമ്പടി. ഒറ്റ ലാർജിൽ ഒതുക്കി ചുണ്ടും മീശയും തുടച്ചിട്ട് താഴേക്കിറങ്ങി. നാരായണേട്ടൻ ടേബിളിൽ കഴിക്കാനുള്ളത് എടുത്തു വച്ചിരുന്നു. പൂ പോലുള്ള ഇഡലിയും സാമ്പാറും തേങ്ങാ ചട്നിയും. നാരായണേട്ടൻ കഴിച്ചോ? കൈ കഴുകിയിരുന്നുകൊണ്ട് ചോദിച്ചവൻ. കഴിച്ചു മോനെ, മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് കൃത്യസമയത്ത് കഴിക്കണം, ഇല്ലാച്ച ദേഹം വിറയ്ക്കുന്ന പോലെയാ. ചായ ഗ്ലാസ്സിലേക്ക് പകർത്തിക്കൊണ്ട് പറയുന്ന നാരായണേട്ടനെ നോക്കിയെന്ന് ചിരിച്ചു കാശി. ചായ വേണ്ടല്ലോ നാരായണേട്ടാ, ഇനിയിപ്പോൾ കുടിച്ചാൽ പിരിയും. കാലത്ത് തന്നെ വീശിയല്ലേ? ഇഷ്ടപ്പെട്ടില്ല നാരായണേട്ടന്. ആരും ശാസിക്കാനും ശിക്ഷിക്കാനും ഒന്നുമില്ലല്ലോ നായരെ, പിന്നെ എന്തിനാണ് ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്? ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞവൻ. എല്ലാം ശരിയാകും കുഞ്ഞെ. കുഞ്ഞിൻ്റെ നല്ല മനസ്സ് കാണാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. എല്ലാം മാറി വരും. നാം എല്ലാവരും വിശ്വസിക്കുന്ന ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. ആ കല്യാണി വന്നിട്ടുണ്ട്. അലക്കാനും മറ്റും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയിൽ കള്ളത്തരം കാണിക്കും. നെടുവീർപ്പോടെ അവനെ നിന്ന് നോക്കിക്കണ്ട അയാൾ അവിടെ നിന്നും പോയി. തൊണ്ടയിൽ കെട്ടുന്നത് പോലെ തോന്നി കാശിക്ക്. എന്നാലും നാരായണേട്ടനെ വിഷമിപ്പിക്കാതിരിക്കാൻ പ്ലേറ്റിൽ വെച്ചത് കഴിച്ചവൻ എഴുന്നേറ്റ് കൈ കഴുകി TV ഓൺ ചെയ്ത് ന്യൂസ് ചാനലിൽ വെച്ചുകൊണ്ട് ആട്ടുകട്ടിലിരുന്നു. ഇടത് കാലിൻ്റെ മുകളിലേക്ക് വലത് കാൽ കയറ്റി വെച്ച് രാജകീയ ഭാവത്തിൽ. വിനിയേട്ടാ, എന്ത് കിടപ്പാണ്? പനിയൊന്നുമില്ലല്ലോ? ചെരിഞ്ഞു കിടന്ന വിനിയൻ്റെ നെറ്റിയിൽ കരുതലം വെച്ച് ചോദിച്ചു അഞ്ജലി. ഒന്ന് ചുമ്മാതിരിക്കാൻ ചു, ദേഷ്യത്തിൽ പറഞ്ഞിട്ട് തലവഴി പുതപ്പ് വലിച്ചിട്ടു വിനയൻ. ഇത് നല്ല കഥ. ഇന്നലെ വരെ എന്ത് ഉത്സാഹമായിരുന്നു വിനിയേട്ടന്. എനിക്കറിയാം, കാശിനാഥൻ തിരിച്ചു വന്നത് കൊണ്ടല്ലേ. അഞ്ജുവിൻ്റെ വാക്കുകൾ മിന്നൽ പിണർ പോലെ അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. പുതപ്പ് മാറ്റി അവളെ നോക്കി വിനയൻ. ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടു. ഒത്തിരി അറിയാം കാശിനാഥനും ദിനയേട്ടനും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ മാമനും മോനും ആയിരുന്നില്ലല്ലോ. അധികം പ്രായവ്യത്യാസമൊന്നുമില്ല. നല്ല കൂട്ടുകാരായിരുന്നല്ലേ. ആരും കാശിനാഥനെ അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ വിനയേട്ടൻ്റെ ദേഷ്യം? ചിരിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞപ്പോൾ ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്തു അവനിൽ. എന്തെങ്കിലും അവൾ അറിഞ്ഞു കാണുമോ എന്ന് ഭയപ്പെട്ടിരുന്നു അവൻ. അത് പിന്നെ കാണാതിരിക്കോ? നീ എന്നെ തനിയെ വിട്, കുറച്ചു നേരം കിടക്കട്ടെ, വല്ലാത്തൊരു തലവേദന പറഞ്ഞുകൊണ്ട് വീണ്ടും വിനയൻ തിരിഞ്ഞു കിടന്നു. അവനെ നോക്കിക്കൊണ്ട് മുറി വിട്ടിറങ്ങിപ്പോയി അഞ്ജലി. വിനയൻ ഓർമ്മകളിലെ പടികളിറങ്ങി. ഒരിക്കലും ഇനി ഓർത്തു പോകരുതെന്ന് വാശിയുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും തിരക്കി വരുന്ന പഴയ ഓർമ്മകളും വലിയൊരു തെറ്റിൻ്റെ മുറിവും. ഏത് നേരത്താണെന്ന് അറിയില്ല ആ പെണ്ണഴുക്ക് മനസ്സിൽ കയറിക്കൂടിയത്. ചെറുപ്പത്തിലെ ചോരത്തിളപ്പിൽ അവളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഉള്ളിലെ ലഹരി തന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു. ആ തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നത് കാശിനാഥനാണ്. അന്ന് തിരുത്താൻ കഴിയാതെ നിശ്ചലം നിന്നുപോയി. അച്ഛനെയും ചേട്ടന്മാരെയും പേടി മാത്രമല്ല, വൈകി വന്ന വസന്തം പോലെ അവിടെ ഇടയിലേക്ക് വന്ന തന്നെ അനിയനായിട്ടല്ല രവിയേട്ടനും ഹരിയേട്ടനും കണ്ടിരുന്നത്. ചേച്ചിമാരും അങ്ങനെ തന്നെ. അവരുടെ എല്ലാം മകനായിരുന്നു താൻ. സ്നേഹവും വാത്സല്യം വേണ്ടുവോളം അനുഭവിച്ചു. ലാളനയുടെ അളവ് കൂടിയതുകൊണ്ടായിരിക്കാം ചെറിയ ചെറിയ തെറ്റുകളുണ്ടായിരുന്നു കയ്യിൽ. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും എടുക്കുന്ന പൈസയും കൂട്ടുകാരുമൊത്ത് സിനിമയ്ക്ക് പോകുന്നതും
മുറി ബീഡി വലിക്കുന്നതും ചെറുതായി മദ്യപിക്കുന്നതും ആരും അറിയാതെ താൻ നടത്തുന്ന വിനോദങ്ങളായിരുന്നു. കാശി വന്നതിനാണ് അതിൻ്റെ ഒരു മാറ്റം. ഇടംവലം തിരിയാൻ സമ്മതിക്കില്ലവൻ. അന്ന് ഉത്സവത്തിൻ്റെ തെരുദിവസം എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് മുകളിലെ ബാൽക്കണി വഴി മാവിൽ കയറി മതിൽ ചാടിക്കടന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് പോയത്. കുറച്ചേ കുടിച്ചിരുന്നുള്ളൂ. എങ്കിലും അവിടെ സംസാരത്തിൽ ഹരം കൊണ്ടു. അന്നത്തെ ആ രാത്രി ഓർമ്മയിൽ വന്നവൻ്റെ. എന്നാലും എൻ്റെ വിനയ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വീട്ടിൽ വന്ന് കൂടി ആ പൂച്ച കുഞ്ഞിന് തൊഴാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അവൾക്കാണെങ്കിൽ മിണ്ടാനും പറ്റില്ല. നിനക്കൊന്ന് സ്നേഹിച്ചു കൂടെ അവളെ. എൻ്റെ വീട്ടിലെങ്ങാനുമായിരുന്നെങ്കിൽ എനിക്ക് ശിവരാത്രി ആയിരിക്കും എല്ലാ ദിവസവും. നീ ഒന്ന് മുട്ടി നോക്കടാ, ചിലപ്പോൾ തുറക്കപ്പെടും. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. ഡേവിഡിൻ്റെ അശ്ലീല സംഭാഷണങ്ങൾ നീണ്ടു പോയി. ഉണ്ണികൃഷ്ണനും ചന്ദനും ഏറ്റു പറഞ്ഞതോടെ മനസ്സിനൊരു ധൈര്യമൊക്കെ കിട്ടി. അല്ലെങ്കിലും ചന്ദ്രി മനസ്സിൽ കുളുത്തി വലിക്കുന്ന സമയമായിരുന്നു. ഇടയ്ക്ക് മറപ്പുറയിൽ വെച്ച് അവൾ കുളിക്കുന്നത് കണ്ടതിന് ശേഷം വല്ലാത്തൊരു ലഹരി അവൾ നിറഞ്ഞിരുന്നു മനസ്സിൽ. കൂട്ടുകാരുടെ മൂച്ചിൽ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് അന്ന് അവളുടെ വാതിൽ മുട്ടിയത്. അമ്മമ്മയായിരിക്കുമെന്ന് കരുതിയായിരിക്കണം അവൾ വാതിൽ തുറന്നത്. തന്നെ കണ്ടതും വാതിലടയ്ക്കാൻ ശ്രമിച്ചവളെ നിലത്തേക്ക് തള്ളിയിട്ട് വാതിലടിച്ചു. കുറേ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. ഒടുവിൽ അവളെ കീഴ്പ്പെടുത്തി. ഒന്നല്ല, മിണ്ടാപ്രാണിയായ അവൾക്ക് ഉറക്കെ കരയാൻ പോലും കഴിഞ്ഞില്ല. തേങ്ങലിൻ്റെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. എങ്ങനെയാണെന്നറിയില്ല. വാതിൽ മുട്ട് കേട്ടപ്പോഴാണ് അവൾ വിട്ടുമാറിയത്. വാതിൽ തുറന്ന് ഇരുട്ടിലേക്ക് മറയുമ്പോൾ തന്നെ പിന്തുടർന്നവൻ കാശിയാണെന്ന് മനസ്സിലായി. എല്ലാവരും അറിഞ്ഞാൽ അതായിരുന്നു മനസ്സിൽ. അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. വടക്കിന് വരാന്തയിൽ ഒളിഞ്ഞു നിന്ന് അപ്പോഴേക്കും എല്ലാവരും ഉണർന്നു കഴിഞ്ഞതും എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ പൂമുഖത്ത് വന്ന് നിന്നു എല്ലാം കണ്ടു. പട്ടിയെപ്പോലെ കാശി എല്ലാവരും തല്ലുന്നത്. അവരെ എല്ലാവരെയും തടയണമെന്ന് തോന്നി. താനാണ് ചെയ്തെന്ന് വിളിച്ചു പറയാൻ തോന്നി. പക്ഷേ അതറിഞ്ഞാൽ ആദ്യം നെഞ്ചുപൊട്ടി മരിക്കുന്നത് തൻ്റെ അമ്മയായിരിക്കും. അതോർത്തപ്പോൾ ഒന്നിനും കഴിഞ്ഞില്ല. ഏട്ടൻ, ഏട്ടത്തിമാർ, ചേച്ചിമാർ എല്ലാവരും തന്നെ വെറുക്കും. അതായിരുന്നു ചിന്ത. എല്ലാം മറിച്ചഭിനയിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കാശിയെ കണ്ട് സത്യങ്ങളെല്ലാം പറയണമെന്ന് തോന്നി. അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അതായിരുന്നു സത്യം. കണ്ണുകളിൽ നിന്നും ചൂട് കണ്ണുനീർ ചാലിട്ടൊഴുകിയിറങ്ങി. പക്ഷെ കാശിയുടെ പെരുമാറ്റത്തിൽ നിന്നും അവൻ തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലായി. തനിക്ക് നേരെയുള്ള അവൻ്റെ നോട്ടത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും എങ്ങനെയാണ് ആ രാത്രി താനാണ് ചന്ദ്രയുടെ മുറിയിൽ കയറിയതെന്ന് കാശി തിരിച്ചറിഞ്ഞത് എന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല അവന്. കാശിയെ കാണാം, ആ കാൽ വീണ് മാപ്പ് പറയണം, തൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് യാചിക്കണം. അവൻ ക്ഷമിക്കും. ഇല്ലെങ്കിൽ തൻ്റെ മോൾ അഞ്ചു എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തും. പൊഴുത്ത പട്ടിയെപ്പോലെ ആട്ടി ഓടിക്കും. ആലോചിക്കും തോറും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയവന്. ആ ഭ്രാന്ത് തന്നെ വിഴുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ അവൻ എഴുന്നേറ്റു. താഴേക്ക് എല്ലാവരും കൂടി ചർച്ചയിലാണ്. കാശി തന്നെയാണ് സംസാര വിഷയം. ആരെയും ശ്രദ്ധിച്ചില്ല അവനെ. തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓടിച്ചു പോയി. ഇവനിതെന്തു പറ്റി? ഇന്നലെ മുതൽ മിണ്ടാട്ടില്ലല്ലോ. രവിയേട്ടൻ ചോദിച്ചപ്പോൾ എന്തോ പറയാൻ ആഞ്ഞു അഞ്ചിൽ. തിന്നത് വേണ്ടെന്ന് വെച്ചു. എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും. കാശി ഇറക്കി വിടത്തിൻ്റെ പ്രതിഷേധമായിരിക്കും ചിലപ്പോൾ. അവനും ഇവനും കൂട്ടായിരുന്നല്ലോ. ഹരി പറഞ്ഞപ്പോൾ സീതയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത പല ചോദ്യങ്ങളും തല പൊക്കുകയായിരുന്നു. ഇന്നലെ മുതൽ അസ്വസ്ഥനാണ് ചെറിയച്ഛൻ. കാശിയും ചെറിയച്ഛനെ നോക്കിയ അർത്ഥം വെച്ചാണ് സംസാരിച്ചത്. ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നോ? 8 വർഷം കാശി മാറി നിന്നപ്പോൾ ചെറിയച്ഛൻ അവനെ കാണാൻ പോയിട്ടുണ്ടാകുമോ? വെറുതെ ഓരോന്ന് ചിന്തിച്ചവൾ. ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും എല്ലാം അവനുണ്ടാകും നിന്റെ കൺവെട്ടത്. എത്ര കാലം അവനെ കണ്ടിൽ നിന്ന് അടിക്കാൻ നിനക്ക് കഴിയുമോളെ? അച്ഛമ്മയുടെ കുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല. അവൻ കെട്ടി താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. തെറ്റ് പറ്റാത്തവരെ ആരുമില്ല. അവനൊരു തെറ്റ് പറ്റി. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് കരുതി നിനക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു. അവന് വേണ്ടിയല്ലേ നീ ഇത്രകാലം കാത്തിരുന്നത്? അച്ഛമ്മ പറയുന്നത് കേട്ടപ്പോൾ സീത അവരെ നിന്ന് നോക്കി. അച്ഛമ്മ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എന്ന അർത്ഥത്തിൽ? അതെ മോളെ, അവനൊന്ന് വരാൻ നമ്മൾ എന്തൊക്കെ നേർച്ചയും വഴിപാടും നേർന്നു. മരിക്കുന്നതിന് മുൻപ് അച്ഛൻ പറഞ്ഞതല്ലേ കാശിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, തെറ്റ് പറ്റിയത് നമുക്കാണെന്ന്. അച്ഛൻ എന്തൊക്കെയോ മറച്ചു പിടിച്ചിരുന്നു. എനിക്ക് അന്നേ തോന്നിയതാണ്. അച്ഛനോട് ചോദിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ നാവ് ചലിച്ചില്ല. അപ്പച്ചിയുടെ വേദന നന്നായി അറിയാമായിരുന്നു സീതയ്ക്ക്. കാശി പോയതിനു ശേഷം ആ കണ്ണുകൾ തോർന്നിട്ടില്ല. കാശിക്ക് വേണ്ടിയാണ് ആ പാവം ജീവിച്ചത്. പക്ഷെ അവനോ ഇന്നും അവൻ ആരെക്കോ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം മറച്ചു പിടിച്ചിരിക്കുന്നു. സത്യം എന്താണെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ ചന്ദ്രി? അവൾ ജീവനോടെ ഉണ്ടോ എന്നെങ്കിലും കാശിക്കെല്ലാം അറിയാം. അവൻ മനഃപൂർവ്വം പറയാത്തതാണ്. ഓർക്കും തോറും ദേഷ്യവും സങ്കടവും വന്നു അവൾക്ക്. അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ബെഡിലേക്ക് കിടന്നു. അവനടിച്ച കവളിൽ പതിയെ തലോടി അവൾ. സിറ്റൗട്ടിൽ നിന്ന് കിടക്കുന്ന വലിയ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് കാശി. അവനറിയാം ആരെന്നെ തേടി വന്നില്ലെങ്കിലും ഒരാൾ തേടി വരുമെന്ന്. അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൻ. ചുമരിലെ മോണിറ്ററിൽ CCTV ക്യാമറ ഓണാണ്.
ഗേറ്റിൽ ആര് വന്നാലും കാണാം. അവൻ ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് ഗേറ്റിൽ വന്നിരുന്ന ബൈക്ക് കണ്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മീശയൊന്ന് പിരിച്ചു. ഗേറ്റ് തുറന്ന ബൈക്ക് മുന്നോട്ട് ഓടിച്ചു വിനയൻ. ബൈക്ക് മുറ്റത്ത് നിർത്തി ഇറങ്ങി സീറ്റ് ഔട്ടിലേക്ക് നടന്നു. സംശയിച്ചുകൊണ്ട് കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്താൻ നിൽക്കുമ്പോഴേക്കും അകത്തുനിന്നും പറയുന്ന കേട്ടവൻ, മുല്ലശ്ശേരി വിനയശങ്കറിന് കാശിനാഥൻ്റെ കൈലാസത്തിലേക്ക് സ്വാഗതം.